السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد سيد الأنبياء والمرسلين وإمام المتقين ورسول رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. وقال نبينا محمد صلى الله عليه وعلى آله: من قضى نسكه وسلم الناس من لسانه ويده غفر له ما تقدم من ذنبه وما تأخر ويشفع في من دعا له. نبي محمد رسول الله صلى الله عليه وعلى آله. يا خير من دفنت بالقاء أعظمه وطاب من طيبهن القاع والأكم. مولاي صل وسلم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. مولاي صل وسلم കാണാനല്ല അവർ പോയെന്ന് ടൗൺ പള്ളി ജുമയ്ക്ക് പോയായിരിക്കും. റഹ്മുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു കിരീടാ ശബ്ദം കേൾക്കണം. എന്താണ് സ്പീക്കറോടെ ലൂസായി കിടക്കുന്നുണ്ട്. നിങ്ങൾ ഓണാക്കിയിട്ട് എവിടേക്ക് പോകുന്നത്? അപ്പോൾ അവിടെ വിളിക്കുന്നുണ്ട്.
നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതായ വലുതായ സകല പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്ത് അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കുകയും ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് പലരും തന്നെ വസിയത്ത് ചെയ്തു, വ്യക്തിപരമായും അല്ലാതെയും. അല്ലാഹു തആല അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സഫലീകരിക്കുകയും നമ്മിൽ നിന്ന് പ്രവാസ ലോകത്ത് കുടുംബത്തിന്റെ ജീവിതം പേറി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കവിടെ അവരുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്ത് എല്ലാവിധ വിപത്തുകളിൽ നിന്നും അല്ലാഹു അവരെ കാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആരോഗ്യം നൽകി സിഹത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ശിഷ്ടജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വണങ്ങി അവന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ നാടിൽ നിന്ന് അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഹജ്ജാജുകളായി പോകുന്ന സകല ആളുകളുടെയും ഹജ്ജ് അല്ലാഹു മഖ്ബൂലാക്കി മബ്റൂറാക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹജ്ജിന്റെ സീസണാണല്ലോ. കഴിഞ്ഞ ആഴ്ചയും നാം ഹജ്ജിനെ കുറിച്ചാണ് ഇവിടെ, അഥവാ അതിന്റെ ആമുഖമാണ് നാം ചർച്ച ചെയ്തത്, സംസാരിച്ചത്. അല്ലാഹുവിന്റെ കഅബാലയം ഒരു തവണയല്ല ഒരുപാട് പ്രാവശ്യം സന്ദർശിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ കഅബാലയം, പരിശുദ്ധമായ കഅബാലയം നാം അറിയണം. നമ്മുടെ ജീവിതത്തിൽ 5 നേരവും നാം എല്ലാ പേരും നമ്മൾ ഏതൊരു ദിശ കേന്ദ്രമാക്കിയാണോ നാം നമസ്കരിക്കുന്നത്, അതുമാത്രമല്ല ജീവിതത്തിൽ മാത്രമല്ല മരണപ്പെട്ടാലും നമ്മെ എല്ലാ പേരെയും ഖബറിന്റെ അന്തരാളത്തിൽ കൊണ്ട് ഇറക്കി വെക്കപ്പെട്ടിട്ട് ഏതൊരു ഭാഗത്തേക്കാണോ നമ്മളെ എല്ലാ പേരെയും തിരിച്ചു വെക്കപ്പെടുന്നത്, അഥവാ വിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെയല്ലേ. അപ്പൊ കഅബ എന്തെന്നറിയണം. കഅബയിൽ ഉറങ്ങിയ അല്ലെങ്കിൽ കഅബ വിളിച്ചു പറയുന്ന കഅബയുടെ ചരിത്രം എന്താ എന്ന് നമുക്കറിയണം. നമ്മൾ പലരും തന്നെ ഹജ്ജിന് പോയവരാണ്, പലരും തന്നെ ഉംറയ്ക്ക് പോയവരാണ്. ഇപ്പോഴും ലക്ഷോപലക്ഷം ജനങ്ങളുണ്ടല്ലോ പ്രിയമുള്ളവരെ, പോകാൻ വേണ്ടി പോയവരുണ്ട്, യാത്രയുടെ തയ്യാറെടുപ്പിലുണ്ട്. അങ്ങനെ പലരുമുണ്ട്. ശുദ്ധമായ കഅബാലയത്തിൽ പോയി വന്നവർ കഅബ എന്താണെന്നറിയണം. അതിന്റെ ചരിത്രം കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധമായ കഅബാലയത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്നവരെ, ആത്മീയമായി കഅബയുമായി നമുക്കൊരുപാട് ബന്ധമുണ്ടാകുന്നത്. അല്ലാഹു അങ്ങനെ ബന്ധപ്പെടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ലോകകാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ലോകകാര്യങ്ങൾ നമുക്കറിയും. കാരണം പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയകളുടെ അരങ്ങേറ്റമാണ്, തള്ളിക്കയറ്റമാണ്. വാർത്തകൾ എല്ലാവർക്കും അറിയാം. ചൂടുമാറാത്ത വാർത്തകൾ നമുക്കറിയും. പത്രങ്ങളിൽ കൂടി, മാധ്യമങ്ങളിൽ കൂടി, മീഡിയാസുകളിൽ കൂടി നമുക്കറിയുമല്ലോ. അപ്പോൾ അങ്ങനെ ലോകകാര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തുച്ഛമായ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ആത്മീയമായി നാം ഒന്നുയരണം. ആത്മീയമായ ചൈതന്യം നമുക്കുണ്ടാവണം.
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ അല്ലാഹു സംസ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. നല്ല ശുദ്ധിയുള്ള കറകളഞ്ഞ മനസ്സിന്റെ ഉടമകളാക്കി മാറ്റുമാറാകട്ടെ. അങ്ങനെ ശുദ്ധമായ കഅബയ്ക്ക് കഥ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, ശ്രദ്ധിക്കണം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ. സ്പീക്കറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്പീക്കറിന് എന്തെങ്കിലും ശബ്ദത്തിന് കുഴപ്പമുണ്ടോന്ന്? ഒരു പററപ്പില്ലേ? ആ സ്പീക്കറിനുണ്ടല്ലേ? രണ്ടിനുണ്ട്. നേരെയാക്കുന്ന ആളുകൾ ഇവിടെ കാണണ്ടേ? പുറത്തുകൊണ്ട്. നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സൗകര്യപ്പെടുത്തി കൊടുത്തു. അല്ലാഹു തആല പറയുന്നു സൂറത്ത് ഹജ്ജിൽ കൂടി, ഇബ്രാഹിം നബിക്ക് നാം സൗകര്യപ്പെടുത്തി കൊടുത്തു, അല്ലെങ്കിൽ അഭയം നൽകി, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു മക്കാനൽ ബൈത്ത്. മക്കാനൽ ബൈത്ത്, ഒരു വീടിന്റെ അൽബൈത്ത് എന്നറിയപ്പെടുന്ന അള്ളാഹുവിന്റെ വീട് ഇരുന്ന സ്ഥലത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം സൗകര്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകരായി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവാചകരായി വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനൊരു വീടുണ്ടെന്നും അത് ഇന്ന സ്ഥലത്താണെന്നുമല്ലേ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഊഹിക്കാനുള്ളത്? അല്ലെങ്കിൽ പകൽ വെളിച്ചം പോലെ മനസ്സിലാകുന്നത് എങ്ങനെയല്ലേ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം മക്കാനൽ ബൈത്തി, വീടിന്റെ ഇടം, വീടില്ല, വീടിന്റെ ഇടം, വീടില്ല. അപ്പോ വീടില്ലാത്തൊരിടം, ഒരു സ്ഥലം, അതിന്റെ അടിത്തറയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സൗകര്യപ്പെടുത്തി കൊടുത്തെന്ന് അല്ലാഹു തആല പറയുമ്പോൾ ഇവിടെ നാം ഒന്ന് പഠിക്കണം. ഇവിടെ നാം ഒന്ന് പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. എങ്ങനെയുള്ള കഅബാലയമാണത്? പൊളിക്കുമല്ലോ പ്രിയമുള്ളവരെ. ഒരു സന്ദർഭത്തിൽ പൊളിക്കുന്ന ആരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു. എവിടെയുള്ള ആളാണ് പൊളിക്കുന്നതെന്നും റസൂലുള്ളാഹി പറഞ്ഞു. ശുദ്ധമായ കഅബാലയത്തെ പൊളിക്കുന്ന ആളിന്റെ രൂപവും പ്രകൃതിയും അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ഠവം അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, വിശുദ്ധമായ കഅബാലയം ഇന്നവ്വലൽ ബൈത്ത്. ഇതെല്ലാം സുഹൂറായൊക്കെയാണ്. ഏതെങ്കിലും ഒന്ന് ലൂസായാൽ നോക്കി ശബ്ദം കൂട്ടിയിരിക്കുന്നു കുറച്ചെങ്കിലും. ഇന്നവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. ഇവിടെ പരിശുദ്ധരായ മുഫസ്സിരീങ്ങളുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്. അവരൊരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധമായ കഅബാലയത്തെ കുറിച്ച്. ഇന്നവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്കാദ്യമായി നിർമ്മിക്കപ്പെട്ട, ജനങ്ങൾക്കാദ്യമായി നിശ്ചയിക്കപ്പെട്ട ഒരു വീടുണ്ട്. വുദിഅ ലിന്നാസ്, അത് വിശുദ്ധമായ കഅബാലയമാണ്. വിശുദ്ധമായ കഅബാലയം ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ആദ്യമായി നിശ്ചയിക്കപ്പെട്ടതാണ്. അന്നഹു കാന മിൻ സുംറദത്തിൻ ഖളറാ. നോക്കണം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മിൻ സുംറദത്തിൻ ഖളറാ, അത് പച്ചക്കോമേദകമായിരുന്നു. കഅബാലയം പച്ചക്കോമേദകമായിരുന്നു. ഈ വീട് സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന ഒരുപാട് വിളക്കുകൾ കിന്തിയില്. നിങ്ങൾക്ക് കഅബാലയത്തിനകത്ത് അതുണ്ട്, ആ കിന്തിയിലുണ്ട് വിളക്ക്, തൂക്ക് വിളക്കുകൾ. കനാദീലുണ്ട്, അതിലുണ്ടായിരുന്നു സ്വർഗീയ കനാദീലുകൾ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത്
വലിയൊരു പ്രളയമുണ്ടായിരുന്നു, ജലപ്രളയം, തൂഫാൻ. നമുക്കറിയുമല്ലോ, ശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തുണ്ടായ വലിയ ജലപ്രളയത്തിൽ റഫഅഹുല്ലാഹു ഇലസ്സമാഇർ റബിഅ, നാലാനാകാശത്തിലേക്ക് അല്ലാഹു തആല എന്ത് ചെയ്തു? ഈ വീട്ടിനെ അങ്ങ് ഉയർത്തി. നാലാനാകാശത്തിലേക്ക് അല്ലാഹു തആല ഈ വീട്ടിനെ ഉയർത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മക്കാനൽ ബൈത്ത്, വീടിരുന്ന സ്ഥലമെന്നാണ്. മനസ്സിലായില്ലേ? വീട് ഇരുന്ന സ്ഥലം. ഇപ്പൊ നാലാനാകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹജറുൽ അസ്വദിനെ തങ്ങളാരെ ജിബ്രീൽ എടുത്തു. കബാലയത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, മറിഞ്ഞിരിക്കണം, അല്ലേ? നമ്മളെല്ലാവരും തിരിയുന്നവരാണല്ലോ അങ്ങോട്ട്. അങ്ങനെ ഹജറുൽ അസ്വദിനെ ജബൽ അബൂ ഖുബൈസ് അഥവാ അബൂ ഖുബൈസ് പർവ്വതത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂക്ഷിച്ചു വെച്ചത്. ചരിത്രങ്ങൾ പറയുന്നു, എന്നിട്ടോ മിൻ സിയാനത്തിൽ ഖുർത്ത്, മുങ്ങിപ്പോകണ്ട എന്ന് പറഞ്ഞ അല്ലാഹു തആല ജിബ്രീലിനോട് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഫകാന മക്കാനൽ ബൈത്തി ഖാലിയൻ ഇലാ സമനി ഇബ്രാഹിം അലൈഹിസ്സലാം. നോക്കണം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം വരെ കേവലം 16 വയസ്സുള്ള ചുണക്കുട്ടനായ ഈമാനിന്റെ അഗ്നിച്ചൂടയിൽ പരീക്ഷിച്ചെടുത്ത, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം വരെ അവിടെ കഅബ എന്ന് പറയുന്ന എടുപ്പില്ല, അതിന് ഭിത്തിയില്ല. അതുവരെ ഖാലിയാണ്, അതുവരെ ഖാലിയാണ്. ഫലമ്മാ ഉലിദ ഇസ്മാഈൽ വഇസ്ഹാഖ്, ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആയുസ്സിന്റെ സായം സന്ധിയിൽ 2 മക്കളെ അല്ലാഹു നൽകിയല്ലോ. ഒന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചക പരമ്പരകളെ കൊണ്ട് ധന്യമായ പരമ്പരയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പര. എന്റെയും നിങ്ങളുടെയും പരമ്പര എങ്ങനെയാണോ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പര എടുത്തു നോക്ക്, പ്രവാചക പരമ്പരയാണ്. ധന്യരായ ഉത്തമരായ മഹത്തുക്കളാണ് പ്രവാചകന്റെ പരമ്പര. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എന്റെ പ്രവാചകന്റെ, എന്റെ പിതാവിന്റെ പരമ്പര മില്ലത്താണ് ചെറിയ. ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത്, അങ്ങനെ അല്ലാഹു തആല കൽപ്പിച്ചു. ഇസ്മായിൽ എന്ന് പറയുന്ന മകനുണ്ടായി, ഇസ്ഹാഖ് എന്ന മകനുണ്ടായി. അപ്പോഴാണ് അമറഹുല്ലാഹു ബിബിനാഇൻ ഫവഖഫതു ഫീ മൗളിഇൽ ബൈത്ത്. നോക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കഅബാലയം നിർമ്മിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇന്ന അവ്വല ബൈത്തിൻ നുദിയ ലിന്നാസ്, ഈ ഭൂമിയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയുടെ മുഖത്തതിന്റെ ഉപരിതലത്തിൽ, പ്രിയമുള്ളവരെ, അല്ലാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചല്ലോ. വസ്തുക്കളായ അല്ലാഹു എന്തൊക്കെ ഈ ഭൂമിയുടെ മുകളിൽ സൃഷ്ടിച്ചോ, ഈ മുകളിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല കഅബാലയത്തെ സൃഷ്ടിച്ചത്രേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആരാണ് ആദ്യത്താൾ നിർമ്മിച്ചത്? ആദ്യത്താൾ നിർമ്മിച്ചത് ആദ്യത്താൾ ആരാണ്? ആദ്യത്താളാണ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ലഖദ് ഖലഖല്ലാഹു അസ്സ വജല്ല മൗദിഅ ഹാദൽ ബൈത്ത്, ഈ വീടിരിക്കുന്ന സ്ഥലത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഖബ്ല അൻ യഖ്ലുഖ ശൈഅൻ മിനൽ അർളി ബി അൽഫൈ സനാ, ഈ ഭൂമുഖത്തെ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന്റെ
2000 വർഷങ്ങൾക്കപ്പുറമാണ് അല്ലാഹു തആല എവിടെ ഈ കഅബാലയത്തെ അല്ലാഹു നിർമ്മിച്ചത്. وإن قواعده لفي الأرض السابعة السفلى. ഇതിന്റെ അടിത്തറ, ഇതിന്റെ റുക്കുനുകൾ, അതിന്റെ കോണുകൾ, അതിന്റെ അസ്ഥിവാരങ്ങൾ, അതിന്റെ തൂണുകൾ, അതിന്റെ കവായിദുകൾ 7 ഭൂമിയുടെ അടിയിലാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. തന്നെയുമല്ല, പിന്നെയോ അങ്ങനെ അല്ലാഹു തആല ഈ വീടിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ വീടിനോട് മുഖാമുഖമായി നിൽക്കുന്ന രീതിയിൽ 14 വീടുകളാണ് അല്ലാഹു തആല പണിഞ്ഞത്. 14 വീടുകളാണ് റബ്ബ് തആല പണിഞ്ഞത്. 14 7 ആകാശത്തിലും 7 ഭൂമിയുടെ താഴ്ഭാഗത്തും. അങ്ങനെ പരസ്പരം തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്നുകൊണ്ട് പരസ്പരം മുഖാമുഖമായി നിൽക്കുന്ന 14 വീടുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പണിഞ്ഞത്. നോക്കണം, ആകാശഗംഗയിൽ അല്ലാഹുവിന്റെ മഹത്തുക്കളായ മലായിക്കത്തുകളുണ്ട്, മലക്കുകളുണ്ട്. മലക്കുകൾ മനുഷ്യരെക്കാൾ ഉത്തമരല്ലല്ലോ. കാരണം മനുഷ്യരെക്കാൾ ഉത്തമരാണെന്ന് മലക്കുകളാവാൻ പാടില്ല. കാരണം മനുഷ്യൻ നന്നായാൽ മലക്കുകൾക്ക് മുകളിൽ, മനുഷ്യൻ മോശമായാൽ പിശാചികൾക്കും താഴെ എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മനുഷ്യവർഗങ്ങൾ എത്താത്ത ലോകത്ത്, മലക്കൂത്തിന്റെ ലോകത്ത് അള്ളാഹുവിനെ പ്രത്യേകം ആരാധിക്കാൻ വേണ്ടി മാലാകമാരുണ്ടാകുമ്പോൾ, അള്ളാഹുവിനെ പ്രത്യേകം ആരാധിക്കാൻ വേണ്ടി മാലാകമാരുണ്ടാകുമ്പോൾ ആ മാലാകമാർ ആരാധിക്കുന്ന അതേ പവറിൽ തന്നെയായിരിക്കണം മനുഷ്യരും ആരാധിക്കേണ്ടത്. അതിനാണ് റബ്ബു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തെ ആ ബൈത്തുകൾക്ക് പകരമായി കഅബ എന്ന് പറയുന്ന പരിശുദ്ധമായ ഗേഹത്തെ നിർമ്മിക്കുന്നത്. മനസ്സിലാക്കണം, പരിശുദ്ധമായ ഗേഹത്തെ നിർമ്മിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 14 വീടുകളുണ്ട്. ഫീ കുല്ലി സമാഇൻ ബൈത്തുൻ വഫീ കുല്ലി അർദിൻ ബൈത്തുൻ ബഅദുഹുന്ന മുഖാബിലുൽ ലിബഅദ്. അതിൽ പലതും തന്നെ ഒന്നൊന്നിനോട് ചേർന്നുകൊണ്ട് ഒന്നിന്റെ പൂമുഖവാതിൽ മറ്റേ പള്ളിയുടെ പൂമുഖവാതിലുമായി ഒട്ടി നിൽക്കുകയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചരിത്രം എവിടെയും അവസാനിക്കുന്നില്ല. പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത മഹാസാഗരം കണക്ക് കിടക്കുകയാണ് ലോകത്തിന്റെ ദിശാകേന്ദ്രമായ കഅബാലയം. ലോക മുസൽമാന്റെ ദിശാകേന്ദ്രമായ കഅബാലയത്തിന്റെ ചരിത്രം മനസ്സിലാക്കുക. എന്നിട്ടോ അലിയാർ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ തആല ബഅസ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിയോഗിച്ചത്രേ. എന്നിട്ട് ഫഖാല റബ്ബ് തആല പറഞ്ഞു, ബുനൂലി ഫിൽ അർളി ബൈതാ. ഭൂമുഖത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കണം, ഭൂമുഖത്ത് എനിക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കണം, ഒരു ബൈത്തുണ്ടാക്കണമെന്ന് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. എങ്ങനെ? തിംസാലൽ ബൈത്തുൽ മഅ്മൂർ. ബൈത്തുൽ മഅ്മൂറിന്റെ അതേ രൂപത്തിലും അതേ ഭാവത്തിലുമുള്ള വീടുണ്ടാക്കണമെന്ന് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. വഖദ്ദറഹു. അതിനെ സ്കെച്ചും റബ്ബ് തആല തന്നെ നിശ്ചയിച്ചു കൊടുത്തു. അതിന്റെ പ്ലാൻ അല്ലാഹു തആല തന്നെ പറഞ്ഞു. എന്നിട്ട് അമറല്ലാഹു തആല മൻ ഫിൽ അർളി അൻ യതൂഫു ബിഹി കമാ യതൂഫു അഹ്ലുസ് സമാഇ ബിൽ ബൈത്തുൽ മഅ്മൂർ. ബൈത്തുൽ മഅ്മൂറിൽ അല്ലാഹുവിന്റെ മാലാകമാര് തവാഫ് ചെയ്യുന്നത് പോലെ മനുഷ്യകുലം തവാഫ് ചെയ്യാൻ ഒരു വീട് എനിക്കുണ്ടാക്കണമെന്ന് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ വിശുദ്ധമായ കഅബാലയത്തിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമു ആണാദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹുവ അവ്വലു ബൈത്തിൻ ബിനാഉ ആദമ ഫിൽ അർള്.
മലക്കുകൾക്ക് ശേഷം പിന്നെ ഭൂമിയിൽ ഉണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കപ്പെട്ട ആളാരെന്നറിയണ്ടേ? മനുഷ്യകരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ആരാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. കഅബ ഒരുപാട് പൊളിക്കലുകൾക്കും ഒരുപാട് പുതുക്കി പണിയലുകൾക്കും വിധേയമായിട്ടുണ്ട്. വിശുദ്ധമായ കഅബാലയം. ബനാ ബൈത റബ്ബിൽ അർശി ഹശറുൻ ഫഖുദുഹും മലായികത്തുല്ലാഹിൽ കിറാമു വആദമു. ഞാനും നിങ്ങളും 5 നേരവും ഏതൊരു വീട്ടിലേക്കാണോ തിരിയുന്നത്, ആ വീടുണ്ടല്ലോ, ആ വീട് ആദ്യമായി നിർമ്മിച്ചതാരെന്നറിയണ്ടേ? 10 ആളുകളാണ്. 10 ആളുകളാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആരൊക്കെയാണ്? 1 മലായികത്തുല്ലാഹിൽ കിറാമു വആദമു. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വൽ മുദബ്ബിറാത്തി അംറാ. എനിക്ക് മരിച്ചീനി പടച്ചവൻ നേരിട്ട് തരുന്നില്ല, എനിക്ക് അരി പടച്ചവൻ നേരിട്ട് തരുന്നില്ല. പടച്ചവൻ ചന്തയിൽ പോയിട്ട് നേരിട്ട് മീൻ വാങ്ങി എന്റെയും നിങ്ങളുടെയും അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്നില്ല. പിന്നെ അല്ലാഹു തആല ആർക്ക് ഭക്ഷണം നൽകണം, അവൻ എന്ത് കഴിക്കണം, അവൻ എങ്ങനെ കൊടുക്കണമെന്നല്ല റബ്ബു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച, അത് നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ച വൽ മുദബ്ബിറാത്തി അംറാ. കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന അല്ലാഹുവിന്റെ മാലാകമാരുണ്ട്. മഹത്തുക്കളായ മനുഷ്യന്മാരുണ്ട്. കാരണം അല്ലാഹു തആല, അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അബ്ദാലുകൾ ഔത്താദുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുള്ളത് കൊണ്ടാ മഴ വർഷിപ്പിക്കപ്പെടുന്നത്, അവരുള്ളത് കൊണ്ടാ അവിടെ വെയിലുണ്ടാകുന്നത്, അവരുള്ളത് കൊണ്ടാ ഇതിന്റെ സന്തുലിതാവസ്ഥ ശരിക്കും നിൽക്കുന്നതെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മലക്കുകളാണ് ഈ ഭൂമുഖത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല അവിടെ നിന്ന് പിറവി കൊടുക്കുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ ആത്മീയ ചൈതന്യത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലേക്ക് കേവലം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് 60 മുഴമുണ്ടല്ലോ അല്ലാഹു തആല സൃഷ്ടിച്ച് ഉരുട്ടിയ മണ്ണിലേക്ക് പടച്ചവന്റെ റൂഹിനെ ഊതുന്നതിന് മുമ്പേ ഈ ഭൂമുഖത്തുണ്ട്, കഅബയുണ്ട്. പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് മലക്കുകളെ കൊണ്ട് നിർമ്മിച്ചതിന് ശേഷം പിന്നെ നിർമ്മിച്ചതാരാണ്? പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ് നിർമ്മിച്ചത്. അല്ലാഹു തആല പറഞ്ഞു, എങ്ങനെയെന്നറിയണ്ടേ? ഞാൻ സ്കെച്ച് കൊടുത്ത, ഞാൻ അളവ് കൊടുത്ത അതേ അളവിൽ തന്നെ നിർമ്മിക്കണം. ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റാത്ത അതേ അളവിൽ തന്നെ നിർമ്മിക്കണമെന്ന് അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അതേ അളവിലാ ഇപ്പോഴുമുള്ളത്. അടിത്തറ എങ്ങനെയാ? ഇപ്പോഴുമുള്ളത് അങ്ങനെ. അപ്പോ ആരൊക്കെയാ നിർമ്മിച്ചത്? 10 ആളുകളാണ്. ഒന്നാമത്തത് മലായികത്തുല്ലാഹിൽ കിറാമു വആദമു. അല്ലാഹുവിന്റെ മലക്കുകൾ കഴിഞ്ഞാൽ പിന്നെ ആദമാണ് അലൈഹിസ്സലാം. പറന്നുപോയാ പറയാം അലൈഹിസ്സലാം പറയാം അല്ലേ? ഏത് ലോകത്താ? നമ്മളെല്ലാം മായാപ്രപഞ്ചത്തിലാണെന്നാ തോന്നുന്ന അല്ലേ? ആദമാണ് അലൈഹിസ്സലാം. ഫശീസും ഫഇബ്രാഹീമു തുമ്മ അമാലികു. എന്തിനായി ചരിത്രം പറയുന്നത്? കഅബയോട് നമുക്കെന്തറിയും? അതിനെ കുറിച്ച് നമുക്കെന്തറിയും? നമ്മൾ കഅബ എന്ന് പറയുന്നു, മക്കയിലുള്ള കഅബ എന്ന് പറയുന്നു, ഉംറ കഴിഞ്ഞ് വരുന്നു, ഹജ്ജ് കഴിഞ്ഞ് വരുന്നു. എന്തറിയും? നമുക്കെന്തറിയും? ചരിത്രവുമായി ബന്ധമുണ്ടാകണം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗേഹവുമായി ബന്ധമുണ്ടാകണം. അല്ലേ? നിന്റെ ഖിബല ഏതാണെന്ന് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ കഅബയെ കുറിച്ചുള്ള ചരിത്രം മനസ്സിൽ അങ്കുരിച്ചിരിക്കണം, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം.
അപ്പോഴാണ് നിന്റെ ഖിബ്ല ഏതെന്ന് പറയുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ കഅബ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നിസ്കാരം കൂടെ വേണം. തിരിഞ്ഞു നിസ്കാരം കൂടെ അല്ലേ പിന്നെ പറയാനും പറ്റത്തില്ല കഅബ ഏതെന്ന്. കഅബ എന്ന് പറയാൻ പറ്റോ? തിരിഞ്ഞു നിസ്കാരം വേണ്ടേ കഅബയിലേക്ക്? അതുമില്ലാത്തൊരു കാര്യം അള്ളാഹ് കാക്കുമാറാകട്ടെ. അല്ലേ, നമുക്ക് മറ്റുള്ളവരുടെ കാര്യം പറയാനല്ലേ സമയമുള്ളൂ അല്ലേ? എന്റെ മകന്റെ കാര്യം കുറിച്ച് പരിതപിക്കാനല്ലേ നമുക്ക് സമയമുള്ളൂ, മറ്റുള്ളവർക്ക് സമയമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റവന്റെ മകനെ നോക്കി പരിതപിക്കാൻ നമുക്ക് സമയമുണ്ട്, കരയാൻ സമയമുണ്ട്. സ്വന്തം എന്റെ മകനെ നോക്കി, എന്റെ ഭാര്യയെ നോക്കി, എന്റെ മക്കളെ നോക്കി പരിതപിക്കാൻ നമുക്ക് സമയമില്ല, കരയാൻ നമുക്ക് സമയമില്ല. തൊട്ടയൽവക്കത്തുള്ള സഹോദരന്റെ മകൻ മദ്യപാനിയാണെങ്കിൽ അവന്റെ മദ്യപാനത്തെ കുറിച്ച് നാട്ടും ഒട്ടും പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി കരയും. എന്നാൽ അവനേക്കാളും ഉഗ്രവിഷമുള്ളവനാണ് നമസ്കാരമില്ലാത്ത മകൻ. അല്ലേ, കള്ളുടിക്കിനെ കുറിച്ച് അവനെന്ത് 10-40 അടി കൊടുത്താൽ അതേ ശരിയാവും. ഇതോ നിസ്കരിക്കാത്തവനാണെങ്കിലോ ഷാഫി മദ്ഹബിന്റെ പേരടി മുറിച്ച് കൊല്ലണോന്നാ. അപ്പൊ ആരെ കുറിച്ചാ കരയേണ്ടത്? തൊട്ട് അയൽവക്കത്തുള്ള സഹോദരന്റെ മകൻ കള്ളു കുടിക്കുന്ന അവനെ കുറിച്ച് കരയണോ, നിസ്കരിക്കാത്ത എന്റെ മകനെ കുറിച്ച് ഞാൻ കരയണോ? പറ, ആരവിടെ തെറ്റുകാരൻ കൂടുതൽ? അല്ലേ, എന്താ ആഘോഷം എന്നറിയാം നമുക്ക്. അവനെന്റെ മകൻ മദ്യപാനം കുടിച്ചതിന്റെ പേരിൽ, മദ്യപിച്ചതിന്റെ പേരിൽ വല്ലാത്ത കരച്ചില, അവൻ വ്യഭിചരിക്കുന്നതിന്റെ പേരിൽ വല്ലാത്ത കരച്ചില. നിസ്കരിക്കാത്ത മകനെ നോക്കി കരയാനോ നമുക്കൊട്ടുമില്ല. സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മകനെ നോക്കി കരയാൻ നമുക്ക് സമയമില്ല. തൊട്ടടുത്തുള്ള അയൽവാസിയുടെ മകൻ എന്തെങ്കിലും ചെയ്താൽ അവരെ കുറിച്ച് കരയാനും പറയാനും നാട് മൊത്തം പറഞ്ഞു നടക്കാനും നമുക്ക് സമയമുണ്ട്. പഠിച്ചു വെച്ചോ. നിസ്കരിച്ചില്ല എങ്കിൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെ നിർമ്മിച്ചു. നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. സ്വർഗലോകത്തൊരുപാട് മണവാട്ടിമാരുണ്ട്, സ്വർഗലോകത്തൊരുപാട് ഹൂറാനികളുണ്ട്. പക്ഷേ മഹ്ശറിന്റെ ഭൂമികയിൽ ഒരു മണവാട്ടി വരുന്നതാണ്. ആ മണവാട്ടി ആരാ? ഇൻഷാ അല്ലാഹ് പറയാം. മഹ്ശറിന്റെ ലോകത്ത് വരുന്ന മണവാട്ടി അറിയുമോ? ഇൻഷാ അല്ലാഹ് പറയാം. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം മലക്കുകൾ നിർമ്മാണം കഴിഞ്ഞു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർമ്മാണവും കഴിഞ്ഞു. പിന്നെ നിർമ്മിക്കുന്ന നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അറിയുമായിരുന്നോ ആർക്കെങ്കിലും? ചരിത്രം അറിയുമായിരുന്നോ ആർക്കെങ്കിലും? അത് കഴിഞ്ഞിട്ടാണ് ചരിത്ര പുരുഷൻ ലോകത്തിനോട് ഹജ്ജിന് വേണ്ടി വിളിച്ചു പറയാൻ വേണ്ടി അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കൂടി കയറി നിന്നുകൊണ്ട് വിളിച്ചു പറയണമെന്ന് അല്ലാഹു തആല പറഞ്ഞ ജനങ്ങളോടങ്ങ് പറയണമെന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്നെ, ആ ഈമാൻ സ്ഫുരിക്കുന്ന പൊന്ന് പ്രവാചകനോട് തന്നെ അല്ലാഹു പറഞ്ഞു. അതാ ഇബ്രാഹിം നബിയോട് തന്നെ പറഞ്ഞെന്താണ്? ഈമാന്റെ ബഹിസ്ഫുരണം അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് തള്ളാ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അള്ളാഹു ബറക്കത്തുണ്ട് കാക്കുമാറാവട്ടെ നമ്മളെല്ലാവരെയും. പിന്നെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ്. പിന്നെ മാലിക്കാണ്. മാലിക് കഴിഞ്ഞാ പിന്നെ ജുർഹും ചക്രവർത്തിയാണ്, പിന്നെ ഖുസയ്യാണ്, പിന്നെ ഖുറൈശാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉപ്പമാരിൽപ്പെട്ടവരാണ് അവർ. അത് കഴിഞ്ഞാൽ സുബൈറിന്റെ മകൻ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നെ പത്താമതായി നിർമ്മിച്ചത് ഹജ്ജാജിന്റെ കാലത്താകുന്നു. പിന്നെ അതിൽ ചുറ്റിപ്പറ്റിയാണ് നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 10 ആളുകളാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിനെ നിർമ്മിച്ചതും പുനർനിർമ്മാണം നൽകിയതുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ
ആ വിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ പ്രിയമുള്ളവരെ, നാളെ മഹ്ശറിന്റെ ലോകത്ത് ഒരു ഉഗ്രം മണവാട്ടിയായി വരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധമായ കഅബാലയത്തെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് വിസ്മരിക്കണം, ഓർമ്മ വേണം, ഓർക്കണം. അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത് ആ കഅബാലയത്തെ നമ്മളെല്ലാവരും കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ. അഥവാ കഅബ തൊട്ടൊന്ന് തിരിഞ്ഞാൽ പടച്ചവന്റെ മുന്നിലുള്ള ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമോ? അല്ലാഹു സ്വീകരിക്കത്തില്ല. അല്ലാഹു തആല നമ്മുടെ എല്ലാ പേരെയും ഇബാദത്തുകൾ സ്വീകരിച്ച് നാളെ മണിയറ മഹ്ശറിന്റെ ലോകത്ത് ഒരു മണവാട്ടിയായി വരുമ്പോൾ ആ കഅബാലയം സ്വർഗലോകത്തിലേക്ക് ഹജ്ജാജികളെയും ഉംറ ചെയ്തവരെയും കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകാവസാനം അതിനെ പൊളിക്കുമത്രേ. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് രണ്ടാമത് പുനരുദ്ധാരണം നടത്തുന്നത്. പൊളിച്ചിട്ട് വലിച്ചെറിയും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വീണ്ടും പുനരുദ്ധാരണം നടത്തും. സോവിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചരിത്രത്തിലെ കിതാബെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധമായ കഅബാലയത്തിന്റെ ചരിത്രം അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബാലയം നമുക്ക് അനുകൂലമാക്കി